DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് കുതിപ്പാണിന്ന് നടത്തിയിരിക്കുന്നത്. പവന് ഇന്ന് ഒറ്റയടിക്ക് 2200 രൂപയും ഗ്രാമിന് 275 രൂപയുമാണ് വർദ്ധിച്ചത്. മാലയും വളയും പോലുള്ള ഒന്നോ രണ്ടോ ആഭരണങ്ങൾ വാങ്ങുന്നവരെയും കൂടാതെ വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കായി വലിയ അളവിൽ ആഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവരെയും കടുത്ത നിരാശയിലാഴ്ത്തിയാണ് സംസ്ഥാനത്ത് തുടർച്ചയായി സ്വർണ്ണവില പുതിയ റെക്കോർഡുകളിട്ട് കത്തിക്കയറുന്നത്. ഇന്നലെയായിരുന്നു 1 ഗ്രാം സ്വർണത്തിന് 9000 രൂപയും പവന് 72,000 രൂപയും എന്ന റെക്കോർഡ് ഇട്ടത്. എന്നാൽ ഇന്ന് ഒറ്റയടിക്ക് പവന് 2200 രൂപ കൂടി വില 74,320 രൂപയും ഗ്രാമിന് 275 രൂപ വർദ്ധിച്ച് 9,290 രൂപയുമായി. സ്വർണത്തിന് ഒരു ദിവസം കേരളത്തിൽ ഇത്രയധികം വില കൂടുന്നത് സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ്. നിലവിലെ ട്രെൻഡ് തുടരുമെന്നും പവന് വൈകാതെ 1 ലക്ഷം രൂപയെന്ന നാഴികക്കല്ലും മറികടക്കുമെന്നാണ് വിലയിരുത്തലുകൾ. അക്ഷയ തൃതീയ പടിവാതിലിൽ നിൽക്കെയുള്ള ഈ വിലക്കുതിപ്പ് ആഭരണം വാങ്ങാനിരിക്കുന്നവരെയും ജ്വല്ലറിക്കാരെയും ഒരുപോലെ ആശങ്കയിലാക്കുകയാണ്. സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ വിലയുടെ 3% GSTയും 53 രൂപ 10 പൈസ ഹോൾമാർക്ക് ഫീസും കൂടെ ആഭരണത്തിൽ പണിക്കൂലിയും നൽകണം. പണിക്കൂലി ഓരോ ആഭരണത്തിൻ്റെയും ഡിസൈൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് 3% മുതൽ 30% വരെയൊക്കെ ആകാം. ഇന്ന് മിനിമം 5% പണിക്കൂലിയാണ് നിങ്ങൾ ഒരു ആഭരണം വാങ്ങുന്നതെങ്കിൽ 1 പവന് നൽകേണ്ട വില 80,432 രൂപയും 1 ഗ്രാം സ്വർണ്ണാഭരണത്തിന് 10,054 രൂപയുമാണ്. പൊതുവെ ശരാശരി 10% പണിക്കൂലിയാണ് മിക്ക ജ്വല്ലറികളും വാങ്ങാറുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് 1 പവൻ ആഭരണത്തിന്റെ വില 84,260 രൂപയായിരിക്കും. 1 ഗ്രാം ആഭരണത്തിന് 10,532 രൂപയും നൽകേണ്ടി വരും. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ പല തീരുമാനങ്ങളും നടപടികളും ലോക സമ്പദ് വ്യവസ്ഥയെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുമെന്ന പേടിയിൽ ഓഹരികളിൽ നിന്നും മറ്റ് നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിച്ച് സുരക്ഷിത നിക്ഷേപമായി പരിഗണിക്കുന്ന സ്വർണം വാങ്ങിക്കൂട്ടുവാൻ നിക്ഷേപകരും വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളും ശ്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്വർണ്ണവിലയിലെ കുതിപ്പിന്റെ പ്രധാന കാരണം. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ മാത്രം പവന് 8,520 രൂപയും ഗ്രാമിന് 1,065 രൂപയുമാണ് കൂടിയത്. 2025 വർഷത്തിൽ പവന് 17,440 രൂപയും ഗ്രാമിന് 2,180 രൂപയും കൂടി. കഴിഞ്ഞ വർഷം ഇതേ ദിവസം അതായത് ഏപ്രിൽ 22-ന് പവന് 54,040 രൂപയും ഗ്രാമിന് 6,755 രൂപയും മാത്രമേ വിലയുണ്ടായിരുന്നുള്ളൂ. ഒരു വർഷം കൊണ്ട് പവന് കൂടിയത് 20,280 രൂപയും ഗ്രാമിന് 2,535 രൂപയുമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ മേധാവി ജെറോം പവലിനെ വൻ തോൽവിയെന്ന് വിളിച്ചതും ഉടനടി അടിസ്ഥാന പലിശ നിരക്ക് കുറക്കാൻ ആവശ്യപ്പെട്ടതും സ്വർണ്ണവില കുതിച്ചുകയറാൻ വഴിയൊരുക്കി. രാജ്യാന്തര സ്വർണ്ണവില ഒറ്റയടിക്ക് $170 മുന്നേറി എക്കാലത്തെയും ഉയരമായ $3,496.50 വരെ ആയിരിക്കുകയാണ്. 3,500 എന്ന നാഴികക്കല്ല് വൈകാതെ മറികടക്കുമെന്നാണ് കരുതുന്നത്. പവലിനെ പുറത്താക്കുവാനുള്ള ഉദ്ദേശം ട്രംപിനുണ്ടെന്നാണ് സൂചനകൾ. ഇതും ട്രംപിന്റെ താരിഫ് നയങ്ങളും US-ൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസം കെടുത്തിയത് മൂലം ഓഹരി വിപണി തകർന്നടിഞ്ഞു. US ഡോളർ 98 നിലവാരത്തിലേക്ക് വീണു. ഓഹരികളുടെ തകർച്ച, ഡോളറിന്റെ വീഴ്ച, ഇനിയും അടിസ്ഥാന പലിശ നിരക്ക് കുറയുവാനുള്ള സാധ്യത എന്നിവ നിക്ഷേപകരെ നിരാശയിലാക്കുകയും അവർ ഈ നിക്ഷേപ പദ്ധതികളിൽ നിന്നും പണം പിൻവലിച്ച് സുരക്ഷിത നിക്ഷേപമെന്നോണം ഗോൾഡ് ETF-ലേക്ക് നിക്ഷേപം മാറ്റുന്നതും സ്വർണ്ണവില കൂടാനിടയാക്കുകയാണ്. ഇതുകൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധവും ശക്തമാകുന്നതും സ്വർണ്ണവിലയെ പുതിയ റെക്കോർഡിലേക്ക് നയിക്കുന്ന കാരണങ്ങളിലൊന്നാണ്. ചൈനയ്ക്ക് മേൽ 245% ഇറക്കുമതി തീരുവ ചുമത്തിയ അമേരിക്കയ്ക്ക് നേരെ ചൈനയും തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. താരിഫ് യുദ്ധങ്ങൾക്കിടയിൽ ഓഹരി വിപണിയും ഡോളറും ബോണ്ടുമെല്ലാം വീണപ്പോൾ തളരാതെ ശക്തി പ്രാപിച്ചത് സ്വർണം മാത്രമാണ്. 2025 ഒരു സ്വർണ്ണ വർഷമാണെന്ന് നേരത്തെ തന്നെ പ്രവചനമുണ്ടായിരുന്നു. സ്വർണ്ണവില 1 ലക്ഷത്തിലേക്ക് ഉയരുമോ എന്നതാണ് ഇന്ത്യൻ പൗരന്മാരുടെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന്. നിക്ഷേപകർക്ക് ഇത് വലിയ നേട്ടമാകുമെങ്കിലും സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയായി മാറും. സ്വർണ്ണവില ഉയരുവാൻ കാരണമായ ഘടകങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. വ്യാപാര താരിഫ് സംഘർഷങ്ങൾ, പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ, കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങലുകൾ എന്നീ ഘടകങ്ങൾ സ്വർണ്ണവില ഉയരുവാനുള്ള സാധ്യതകൾ ശക്തമാക്കുകയാണ്. വിവാദപരമായ തീരുമാനങ്ങളിൽ നിന്ന് ട്രംപ് പിറകോട്ട് പോയാൽ സ്വർണ്ണവിലയിലും കുറവുണ്ടാകുന്നതാണ്. എന്നാൽ ട്രംപിന്റെ നടപടികൾ രാജ്യങ്ങൾ തമ്മിലുള്ള താരിഫ് യുദ്ധം രൂക്ഷമാക്കുകയും സമ്പദ് വ്യവസ്ഥകൾക്ക് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്താൽ 2025 തന്നെ സ്വർണ്ണവില 1 ലക്ഷം കടക്കുവാനുള്ള സാധ്യതയും ഏറിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.